മെയ് 23 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജൂലിയ 5-ാം ശതാബ്ദം, വിശുദ്ധ എപ്പിറ്റാസ്യൂസ്, വിശുദ്ധ ബെസിലേയൂസ്, വിശുദ്ധ ഡെസിദേരിയൂസ്, വിശുദ്ധ ഡെസിദെരിയൂസ് വിയന്നയിലെ ബിഷപ്പ്, വിശുദ്ധ യവൂഫെബിയൂസ്, വിശുദ്ധ എവുറ്റിക്യൂസ്, വിശുദ്ധ ഫ്ലോറൻസിയൂസ്, വിശുദ്ധ ഗോബൻ ഗോദനേന. വിശുദ്ധ ജൂലിയ 439 ജൻസറിക് കാർത്തേജ് പിടിച്ചടക്കിയപ്പോൾ എബുസേബിയൂസ് എന്ന ഒരു സിറിയൻ വ്യാപാരിക്ക് അടിമയായി വിൽക്കപ്പെട്ട ഒരു കുലീന കന്യകയാണ് ജൂലിയ. 5-ാം ശതാബ്ദത്തിലാണ് വിശുദ്ധ ജൂലിയ ജീവിച്ചിരുന്നത്. തൊഴിലില്ലാത്ത സമയമെല്ലാം ജൂലിയ പ്രസന്നമായി ക്ഷമാപൂർവം പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും മുഴുകിയിരുന്നു. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും അവൾ ഉപവസിച്ചു പോന്നു. ഇവളുടെ വിശ്വസ്തത കണ്ട യജമാനൻ ഈ തപോനിഷ്ഠകൾ അല്പം ലഘുപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു. ഒരിക്കൽ ഈ വ്യാപാരി ഇവളെ ഗോളിലേക്കുള്ളൊരു യാത്രയിൽ കൂടെ കൊണ്ടുപോയി. കോർസിക്കയിലെത്തിയപ്പോൾ കപ്പൽ നങ്കുരമിട്ടു. വ്യാപാരി ഉത്സവത്തിൽ പങ്കെടുത്തു. അന്നൊരു കാളയുടെ ബലി ഉണ്ടായിരുന്നു. അതിൽ ഭാഗഭാക്കാകാതിരിക്കാൻ ജൂലിയ ആരാധനയിൽ പങ്കെടുത്തില്ല. ആ ദ്വീപിലെ ഗവർണർ ഫെലിക്സ് ആരാണ് ദേവന്മാരെ ഇപ്രകാരം നിന്ദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു ക്രിസ്തീയ വനിതയാണെന്ന് മറുപടി നൽകി. അവൾക്ക് പകരമായി തന്റെ 4 വനിതാ അടിമകളെ നൽകാമെന്ന് ഗവർണർ പറഞ്ഞു. എബുസേബിയൂസ് പ്രതിവചിച്ചു, ആരെ തന്നാലും എന്ത് തന്നാലും അവളെ തരികയില്ല. പിന്നീട് എബുസേബിയൂസ് കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് ജൂലിയയോട് ഗവർണർ പറഞ്ഞു, നീ ദേവന്മാർക്ക് ബലി ചെയ്താൽ നിന്നെ സ്വതന്ത്രയാക്കാം. ജൂലിയ പ്രതിവചിച്ചു, ഇല്ല, യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല. നിന്ദിതനായി കരുതിയ ഗവർണർ ജൂലിയയുടെ കവിളിൽ അടിപ്പിച്ചു, തലമുടി പറിച്ചു കളഞ്ഞു, മരിക്കുന്നത് വരെ കുരിശിൽ തറച്ചിട്ടു. ഇന്നേ ദിവസം നമുക്ക് ഈ വാക്കുകൾ വിചിന്തനം ചെയ്യാം. വിശുദ്ധ ജൂലിയ ഐശ്വര്യത്തിലും കഷ്ടപ്പാടിലും സ്വാതന്ത്ര്യത്തിലും അടിമത്തത്തിലും ഒരുപോലെ തീക്ഷ്ണതയും ഭക്തിയും പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും ആവലാതിപ്പെട്ടിട്ടില്ല. അതിനാൽ അവൾ കന്യകയും രക്തസാക്ഷിണിയുമാണ്. ദൈവപരിപാലനയുടെ വൈഭവം നമുക്ക് ചിന്തിച്ചു നോക്കാം. വിശുദ്ധയായ ജൂലിയായെ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.